കഞ്ചാവ് പോലുള്ള വസ്തുക്കൾ, ലഹരി ഉൽപ്പന്നങ്ങൾ കത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഓട്ട് കമ്പനിക്ക് അകത്താണ് കത്തിക്കുന്നത്. നമ്മൾ സാധാരണ കരുതുന്നത് പോലെ കഞ്ചാവൊക്കെ കത്തിക്കുമ്പോൾ അതിന്റെ പുകയൊന്നും തന്നെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ആ പരിസരത്തുള്ളവർക്കോ ഒന്നും ശ്വസിക്കേണ്ടി വരില്ല. കാരണം അത് ഓട്ട് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ പുകക്കുഴൽ എന്ന് പറയുന്നത് വളരെ ഉയരത്തിലേക്കാണ്. അപ്പോൾ ആ ഉയരം കടന്ന് ഈ പുക മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഈ തൃശൂർ സിറ്റി പോലീസ് പിടിച്ച 60 കിലോ കഞ്ചാവ്, അതുപോലെ തന്നെ 134 ഗ്രാം മെത്താഫിൽ, അതുപോലെ തന്നെ ഹാഷിഷ് ഓയിൽ 390 ഗ്രാം ഹാഷിഷ് ഓയിൽ, കൂടാതെ കഞ്ചാവ് ബീഡി, ഹാൻസ് ബീഡി എന്നിവയൊക്കെ തന്നെയാണ് ഇവിടെ ഈ കത്തിക്കുന്നത്. ഈ ലഹരി ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ നിയമപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കഴിയുമ്പോഴാണ് ഇത് കത്തിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളൊക്കെ തന്നെ കത്തിക്കുന്നത്. ഇപ്പോൾ ഈ എത്രത്തോളം ഈ സമയമെടുത്ത് നമ്മൾ പിടിച്ചതാണ്, ഇതിന്റെ നിയമപരമായിട്ടുള്ള മറ്റെല്ലാം കഴിഞ്ഞിട്ടാണോ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ? അതെ, ഈ നമ്മുടെ ഒരു NDPS ഡ്രഗ്സ് കേസ് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സാമ്പിളിംഗും മാജിസ്ട്രേറ്റും ഒക്കെ പോയിട്ട് അതിന്റെ എന്തൊക്കെ ഡ്രഗ്സ് പിടിച്ച ശേഷം അതിന്റെ സാമ്പിളിംഗ് ശേഷം അതിന്റെ കെമിക്കൽ പരിശോധന റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വരുന്ന ശേഷം ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റി ഒരു NDPS ആക്ട് പ്രകാരം ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഇതിന്റെ എല്ലാ ഡിസ്പോസലിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ തൃശ്ശൂർ സിറ്റി പോലീസും റെയിൽവേ പോലീസും പിടിച്ച കുറേ ഗഞ്ചാവും അതിന്റെ കഴിഞ്ഞ ഒരു മാസത്തെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ടോട്ടൽ ഒരു 58 കിലോഗ്രാംസ് ഓഫ് ഗഞ്ചാവ്, 134 ഗ്രാംസ് ഓഫ് MDMA, ഹാഷിഷ് ഓയിലും പിന്നെ കുറച്ച് ഈ തമ്പാക്കും ഗുട്ക പോലത്തെ ഐറ്റംസ് ഇന്നെല്ലാം കത്തിക്കാൻ വന്നിട്ടുണ്ട്. ഇതൊരു ബോധവൽക്കരണയുടെ ഭാഗമാണ്. ജനങ്ങളോട് പറയാൻ വേണ്ടി ഇത് ഒരു ഓപ്പറേഷൻ തൂഫാനിന്റെ ഭാഗമായിട്ട് വി ആർ പ്ലാനിങ് ദിസ് എക്സസൈസ്. ഇത് നമുക്ക് ഇടയ്ക്ക് എല്ലാ സമയം വരേണ്ടതാണ്. ബട്ട് ഇതിന്റെ ഒരു കത്തിക്കെണ്ണം അതിന്റെ ഡിസ്പോസൽ എങ്ങനെ വരുന്നുണ്ട് പല ആൾക്കാർക്കും ജനങ്ങൾക്ക് സംശയമുണ്ട്. അതായതുകൊണ്ട് ഈ ഡിസ്പോസലുള്ള പ്രൊസീജറും ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കാനാണ്. ഭാഗമായി